ഹായ് ആൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഷോർട്ട് പോമാണ് ആർട്സ് പോയറ്റിക്ക ബൈ ആർച്ചിബാലഡ് മക്ലീഷ്. ഒരു ലാറ്റിൻ വേർഡാണ് ടൈറ്റിൽ. ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1926. നമുക്ക് ആർച്ചിബാലഡ് മക്ലീഷിനെ കുറിച്ച് നോക്കാം. ഹി വാസ് ആൻ അമേരിക്കൻ പോയറ്റ്, പ്ലേ റൈറ്റ്, വോൺ 3 പുലിറ്റ്സർ പ്രൈസ് ഫോർ ഹിസ് വർക്ക്. ഇദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ മെയിനായിട്ടും ഡീൽ ചെയ്യുന്ന തീംസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എക്സ്പീരിയൻസ്, ഹിസ്റ്ററി ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് സൊസൈറ്റി ആണ്. ആൻഡ് ഹീ ലിവ്സ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ അമേരിക്കൻ ലിറ്ററേച്ചർ. ഈ ഒരു ടൈറ്റിലിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് പോയട്രി എന്നാണ്. 3 സ്റ്റാൻഡ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 സെക്ഷൻസ് ആയിട്ട് കുറച്ച് ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഇമേജസ് ആണ്. പോയട്രി എങ്ങനെയായിരിക്കണം, ഒരു സൈലൻറ്റ് വേയിൽ എങ്ങനെയായിരിക്കണം എന്നാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. സ്പീക്കർ തന്നെയാണ് ഇതിലെ പോയറ്റും. അപ്പോൾ നമുക്കൊരു ത്രൂ ഔട്ട് ആ ഒരു പോം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പോം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ മറ്റൊരാൾ അതിൻ്റെ മീനിങ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. റീഡറിന് തന്നെ അതിലെന്ത് മീനിങ് ആണ് കൺവേ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാവും. ഓക്കെ, എ പോം ദാറ്റ് എക്സ്പ്ലെയിൻസ് ദി ആർട്ട് ഓഫ് പോയട്രി. ഇതാണ് ആ ഒരു ഷോർട്ട് പോം. അപ്പോൾ ഇതിലൂടെ എന്താണ് പോയട്രി അതാണ് പറഞ്ഞു തരുന്നത്. പോംസ് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ഫീലിംഗ് ആണ് കിട്ടേണ്ടത് അതൊക്കെ പറയുന്നുണ്ട്. ഒരു പോം വായിച്ചതിന് ശേഷവും എന്തൊരു ഫീലിംഗ് കിട്ടണം അതിനെക്കുറിച്ചിട്ടും പറയുന്നുണ്ട്. ആദ്യം തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബ്ഡ് ഫ്രൂട്ട്, ഓൾഡ് മെലേനിയസ്, ലെഡ്ജസ്. ആൻഡ് ദി പോയറ്റ് സേസ് അബൌട്ട് ദി എസൻസ് ഓഫ് പോയട്രി. എന്തൊക്കെ ഒരു എസെൻഷ്യൽ ക്വാളിറ്റീസ് വേണം ഒരു പോയട്രിക്ക്. ആൻഡ് ഹീ സേസ് ഇൻ ഫസ്റ്റ് ലൈൻ ഇറ്റ്സെൽഫ് ഹീ ഈസ് കമ്പയറിങ് പോയറ്റ്സ് ടു പോം. ഗ്ലോബ്ഡ് ഫ്രൂട്ടായിട്ടും മെലേനിയസ് ആയിട്ടും ഓൾഡ് മെലേനിയസ്, ലെഡ്ജസ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. ബട്ട് ദേ കാൻ ഡു എനിത്തിങ് അക്കോർഡിംഗ് ടു ദയർ വിൽ, അല്ലേ? അതാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. സെക്കൻഡിൽ പറയുന്നത് ആൻഡ് ഹീ ബ്രിങ്സ് അബൌട്ട് മെനി കമ്പാരിസൺസ്. അതിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഐഡിയാസ് ആൻഡ് വ്യൂ പോയിൻറ്റ്സ് ആണ് പറയുന്നത്. പാൽപ്പബിൾ ആൻഡ് മ്യൂട്ട് ഫ്രൂട്ട് എന്ന് പറയുന്നുണ്ട്. വൈ? ബിക്കോസ് ഫ്രൂട്ട്സിനൊന്നും തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലേ? നമ്മൾ ആ ഒരു ഭക്ഷണം, ആ ഒരു ഫ്രൂട്ട് കഴിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെയാണ് ഒരു പോം നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. നമ്മൾ അതിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ മാത്രമേ അതിൽ എന്തൊക്കെ ഐഡിയാസാണ്, എന്തൊക്കെ എക്സ്പ്രഷൻസ് ആണ് കൺവേ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ആൻസർ പറയുന്നത് ഒരു സക്സസ്ഫുൾ പോം എന്ന് പറഞ്ഞാൽ മോഷൻലെസ് ഇൻ ടൈം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണോ എല്ലാവർക്കും ഒരേപോലെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് അല്ലെങ്കിൽ വായിക്കുന്നവരെ അനുസരിച്ച് അതിൻ്റെ മീനിങ് ഇങ്ങനെ മാറാനൊന്നും പാടില്ല. മോഷൻലെസ് ആയിട്ടിങ്ങനെ ഇരിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് പോയട്രി ഷുഡ് ബി ഡംപ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കണം. ഇവിടെ പറയുന്നുണ്ട് പോയട്രി ഷുഡ് ബി സൈലൻറ്റ് ആസ് സ്ലീവ് വോൺ സ്റ്റോൺ എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ ദ ലാസ്റ്റ് ആൻസർ പറയുന്നത് എ പോം ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ എക്സിസ്റ്റൻസ്, അല്ലേ? പോയട്രി ആസ് എ വേർഡ്ലെസ് ആസ് ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്നാണ് പറയുന്നത്. എ പോം ഷുഡ് ബി ഇൻസ്പയറിംഗ് ആയിരിക്കണം. എ പോം ഷുഡ് ബി വേർഡ്ലെസ് ആസ് ദി ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. അപ്പം പോം ഡിൻ ടോക്ക് അബൌട്ട് ഇറ്റ്, അല്ലേ? പോം സ്വന്തമായിട്ട് അതിലെന്താണ് പറയുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നൊന്നും പറയുന്നില്ല. പക്ഷേ റീഡേഴ്സാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും അതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റിൽ അപ്രോച്ച് ചെയ്യേണ്ടതും. എ ഗുഡ് പോയട്രി ഷുഡ് ലൈക്ക് എ ലെഡ്ജ് എന്നാണ് പറയുന്നത്. ലെഡ്ജ് സാധാ ഒരു ലെഡ്ജ് അല്ല, വെയർ ദ മോസ് ഹാസ് ഗ്രോൺ. അതിൻ്റെ മുകളിൽ കൂടെ മോസ് സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഒരു ലെഡ്ജ് ആയിരിക്കണം പോം എന്നാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മുടെ പോയറ്റായ ആർച്ചിബാലഡ് മക്ലീഷ് പറഞ്ഞു തരുന്നത്. ഇനി ഈ പോയത്തിൻ്റെ ടോൺ ചോദിച്ചാൽ ഫസ്റ്റത്തെ 2 സ്റ്റാൻസായാലും വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ടോൺ തന്നെയാണ്. പക്ഷേ ഫൈനൽ സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ ഒരു ഗ്രാജുവൽ ഷിഫ്റ്റാണ് വരുന്നത്. ഒരു ബോൾഡർ ആൻഡ് മോർ അസേർട്ടീവ് ടോണിലേക്കാണ് ഈ ഒരു പോം എത്തുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ. ഇതിൻ്റെ ഇംഗ്ലീഷ് സമ്മറി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക്സ് ഫോർ ഹിയറിംഗ്.